കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് 40 പേർ മരിച്ചിരുന്ന വാർത്ത ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്. അതിനെക്കുറിച്ച് എൻ്റെ വീഡിയോ നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അത് ഇന്നിപ്പോൾ ആകുമ്പോഴേക്കും ആ മരണനിരക്ക് 41 ആയിരിക്കുന്നു. അതിൽ 70ഓളം പേർക്ക് പരിക്കുകളും പറ്റിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഇന്നലെ മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ആഘോഷിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ നടൻ TVK വിജയനെ സാങ്കല്പികമായി കൈയും കാലും കെട്ടിയിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് അടിക്കുകയായിരുന്നു, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ TVKയുടെ പ്രതിനിധികളൊന്നും തന്നെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തില്ല. ചാനൽ ചർച്ചകളിലെ കുഴപ്പം കൊണ്ടല്ല, അവർ വിളിച്ചിരുന്നു, പക്ഷേ ഇവർ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. കാരണം വിജയ് പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിജയുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്, TVKയുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. തീർച്ചയായിട്ടും ആ പരിപാടി അത്രത്തോളം പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യപ്പെട്ടില്ല. രാവിലെ 10 മണിക്ക് വരും എന്ന് പറയുകയും യഥാർത്ഥത്തിൽ 3 മണി മുതൽ രാത്രി 10 മണി വരെ പെർമിഷൻ പോലീസിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയും പിന്നെ 12:30 വരും എന്ന് പറഞ്ഞ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ TVK പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം അവിടെ എത്തുന്ന 7-7:45 ആകുമ്പോഴാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 7 മണിക്കൂറും 10 മണിക്കൂറും ഒക്കെ വൈകിയാണ് അദ്ദേഹം ആ സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ള കാര്യമൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് ആ പ്രോഗ്രാം മാനേജ് ചെയ്യപ്പെട്ടതിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ സമ്മതിക്കുന്നു. പക്ഷെ പ്രധാനപ്പെട്ടൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഒരു പബ്ലിക് ഒപ്പീനിയൻ, ഒരു പോപ്പുലർ ഒപ്പീനിയൻ കിട്ടുമ്പോൾ ആ പോപ്പുലർ ഒപ്പീനിയൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അങ്ങോട്ട് എന്ത് ചെയ്യുക, വിജയിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി ശരിയാണോ എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ആലോചിക്കണം. ഞാൻ പലപ്പോഴും കാണുന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് മുതൽ ഹാഷ്മിയുടെ പരിപാടികൾ മുതൽ അതൊന്നും ഞാൻ കാണുന്നതല്ല. പക്ഷേ ഞാൻ ഇന്നലെ വീണ്ടും എടുത്ത് എല്ലാ ചാനലുകളുടെയും ചർച്ചകളൊക്കെ നോക്കിയിരുന്നു. അവരെല്ലാവരും പറയുന്നത് വിജയ് മാത്രമാണ് കുറ്റക്കാരൻ, വിജയ് അതുപോലെ ഇത്തരത്തിൽ അപക്വമായിട്ടുള്ള പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നാണ് പറഞ്ഞു വന്നേട്ടാ. എനിക്ക് വലിയൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കേരളത്തിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കാരണം കേരളത്തിൻ്റെ കണക്കിൽ 2006 മുതൽ 2021 വരെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട് 125 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കാണ് പക്വത കുറവ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഇത് തീർച്ചയായിട്ടും ഒരു ഓർഗനൈസ് ചെയ്യുന്നതിൽ പറ്റിയ പാളിച്ചയാണ് എന്നുള്ളതെങ്കിലും നമ്മൾ സമ്മതിക്കണം. പക്ഷേ മറ്റത് അതുപോലുമല്ല. ശരിക്കും രാഷ്ട്രീയ അന്ധത ബാധിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയമാണ്, വേറൊരു രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് കൊല്ലുന്ന ആളുകളെ കൊല്ലുന്ന 55 വെട്ടി മുഖത്ത് വെട്ടി കൊല്ലുന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മുടെ മലയാള മാധ്യമങ്ങളും യഥാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, മാധ്യമങ്ങളും ഒക്കെ നിൽക്കട്ടെ, അവർക്ക് പിന്നെ ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ചില ഇടതുപക്ഷ നിരീക്ഷകന്മാരൊക്കെ വന്നിരുന്ന് ഇതിന്മേൽ അങ്ങോട്ട് രൂക്ഷമായിട്ട് പ്രതികരിക്കുകയും ഇത് അങ്ങേറ്റം തെറ്റായിപ്പോയി എന്ന് പറയുകയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം കരയുകയും നിലവിളിക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് സത്യത്തിൽ അതുകൊണ്ടുള്ള രോഷം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആരെങ്കിലുമൊക്കെ സത്യം പറയണമല്ലോ, അതുകൊണ്ട് സത്യം കേൾക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ കേട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു TVKയുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് ഓർഗനൈസ് ചെയ്തതിൽ വലിയ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ട്. ഒരു 4 വരി പാത, ഒരു മൈതാനം പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുമതി കൊടുത്തത് ആരാണ്? അവിടുത്തെ പോലീസുകാരല്ലേ? ആ പോലീസും ഗവൺമെൻറ്റും ഇതിന് ഏറ്റവും ആദ്യം മറുപടി വേണ്ടേ? അങ്ങനെ അനുമതി കൊടുത്തതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ നേരെ അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന സ്റ്റാലിനെ വലിയ നായകനും വിപ്ലവകാരിയും രക്ഷകനും ഒക്കെ ആയിട്ട് ഒരു ഉയർത്തി കാണിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പ്രോ ലെഫ്റ്റ് ലിബറൽ കാഴ്ചപ്പാടുള്ളവരാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതായതുകൊണ്ടാണ് സ്റ്റാലിനെ അങ്ങോട്ട് ഉയർത്തി കാണിക്കുകയും വിജയിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. വിജയിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്നറിയോ? വിജയ് എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങളിത് ഓർത്തു നോക്കേണ്ടത് വിജയിനെതിരെ മാത്രമല്ല ഇത്തരത്തിലുള്ള ഹാലുകളൊക്കെ നടത്തിയിട്ടുള്ളത്. 2020 സാബു, കിറ്റക്സിലെ സാബു വന്നപ്പോൾ ഇതുപോലെ പക്വതയില്ല, രാഷ്ട്രീയം എന്തെന്നറിയില്ല, അതുകൊണ്ട് രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ല. വിജയിന് രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ല. ഒറ്റക്ക് നിന്ന് നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞ അൻവറിനും ഇതുപോലെ പക്വതയില്ല. ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചൊക്കെ ഇവർ പറയുന്ന ഒരേ കാര്യമാണ്. കാരണം ഇവരുടെ ഒരു നെക്സസിനകത്ത് പെടാത്ത ഇവരെ എല്ലാവരെയും ഒറ്റക്ക് നിന്ന് ശക്തിയായി എതിർക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഇവർക്ക് വലിയ ഭയമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ ഭയം കൊണ്ട് കൂടിയാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരുമിച്ചിറങ്ങി വിജയിനെതിരെ ഇത്തരത്തിലുള്ള ഹാലിളക്കം നടത്തുന്നത്. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ നിൽക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണോ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്?
ഇന്ത്യയിൽ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. 2010 ജർമ്മനിയിൽ ഒരു ലവ് പരേഡ് എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നു. ആ ലവ് പരേഡ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഇടക്ക് ഇതുപോലെ ആൾക്കൂട്ടങ്ങളുടെ ഇടക്ക് പെട്ട് തിക്കിലും തിരക്കിലും പെട്ട് 21 പേർ മരണപ്പെട്ടു പോയി. 2022 ദക്ഷിണ കൊറിയയിൽ, അതായത് സൗത്ത് കൊറിയയിൽ ഈ പറയുന്ന പോലെ ഒരു പരിപാടി നടന്നു. അത് ഹാലോവിൻ എന്ന് പറയുന്ന നമുക്കറിയാലോ, ഹാലോവിൻ ക്രൗഡ് എന്ന് പറയുന്ന ഹാലോവിൻ്റെ ഒരു ഡേ ഉണ്ട്. അതായത് പ്രേതങ്ങളെയൊക്കെ ആരാധിക്കുന്ന അത്തരത്തിലുള്ള ചില വിശ്വാസങ്ങളൊക്കെ ഡേയുടെ അടുത്ത് അവിടെ നടന്നിട്ടുള്ള ഒരു പരേഡിൽ 159 പേര് കൊല്ലപ്പെട്ടു പോയി. പക്ഷേ ഈ രാജ്യങ്ങളുടെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിക്കുകയും പിന്നീടെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താതിരിക്കാനായിട്ട് അവർ തയ്യാറാവുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതാണോ സ്ഥിതി? ഞാൻ നിങ്ങളോട് പറയാം, ഇത് വിജയ് മാത്രമല്ല ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള ആളുകളുടെ ലിസ്റ്റ് മുഴുവൻ ഞാൻ പറയാം. ആ ലിസ്റ്റിലുള്ള ആളുകളെ മുഴുവൻ എടുക്കണം. ഗവൺമെൻറ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞുതരാം. NCRB എന്ന് പറയുന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, ആ റെക്കോർഡ്സ് ബ്യൂറോയുടെ 2000 മുതൽ 2022 വരെയുള്ള കണക്കിൽ പ്രകാരം 3084 പേർ ഇതുപോലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിട്ടുണ്ട്. എത്ര പേര്? 3084 പേർ. അപ്പം അത് വിജയുടെ മാത്രം പ്രശ്നമല്ല. വിജയനെ ക്രൂശിച്ചുകൊണ്ട് വിജയ് ഇതോടുകൂടി രാഷ്ട്രീയത്തിൽ നിന്നില്ലാതാകും എന്ന് പറയേണ്ട രാഷ്ട്രീയമായിട്ടുള്ള ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെയും പ്രശ്നമല്ല. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നം കൂടിയാണ്. പിന്നെ വിജയിനെ പോലും അല്ലെന്നേ, ഇതുപോലെയുള്ള ഓരോരോ ആളുകളെയും നമ്മൾ ആരാധനയോടുകൂടി എന്ത് കാണുന്നു എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു വീരാരാധനയും അന്ധമായിട്ടുള്ള ആരാധനയും ഒക്കെ രാഷ്ട്രീയക്കാരോടുമുണ്ട്, ചില ആൾദൈവങ്ങളോടുമുണ്ട്, മറ്റു പല പരിപാടികളിലൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ആരും ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ വിജയനെ ക്രൂശിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. കാരണം എന്താ? വിജയ് ഇവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി, BJPനെ എതിർക്കുന്നു, DMKനെ എതിർക്കുന്നു, കോൺഗ്രസിനെ എതിർക്കുന്നു, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എതിർക്കുന്നു. അതുകൊണ്ട് വിജയനെ തൽക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും ക്രൂശിക്കണം. അത് ഞാൻ ചോദിക്കുന്നത്, അതിന് മുമ്പ് വിജയ്ക്ക് മുമ്പ് നടന്നിട്ടുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. കേരളത്തിലൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു തവണ CP ജോണിനെ കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് വണ്ടി ഓടിച്ച് ഞാൻ അബാദിൻ്റെ ഹോട്ടലിലേക്ക് എത്തുമ്പോൾ, CP ജോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഒരു UDFൻ്റെ ഭാഗമാണ്, വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, CMP എന്ന് പറയുന്നത്. ആ CMP MV രാഘവൻ്റെ ഒപ്പം ഉണ്ടായതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ രാത്രി അബാദ് പ്ലാസയിലേക്ക് ചെല്ലുന്നത്, കൊച്ചിയിലുള്ള അബാദ് പ്ലാസയിലേക്ക് തിരുവനന്തപുരത്ത് വണ്ടി ഓടിച്ചു വരുന്നത് ഏതാണ്ട് 10:30-11 മണിക്കാണ്. അന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അദ്ദേഹം പുറത്തിറങ്ങി ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായി, ഒരാൾക്കൂട്ടത്തിൽ 4 പേർ മരണപ്പെട്ടു, കുസാറ്റിൽ ഉണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ താഴേക്ക് ചെല്ലുന്നത്. പിന്നെ എൻ്റെ ഒപ്പം ഏതാണ്ട് 1 മണിക്കൂർ ഇൻ്റർവ്യൂ എന്നിട്ടാണ് പോകുന്നത്. ആ സംഭവം ഉണ്ടായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 4 പേർ അതിനകത്ത് മരണപ്പെട്ടു, 61 പേർക്ക് പരിക്കേറ്റു. ഏത്? കുട്ടികളുടെ ഒരു പരിപാടി നടന്നതാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ. അന്ന് ചിലരെയൊക്കെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തിരിച്ചെടുത്തു. എത്ര പേരെ ശിക്ഷിച്ചു? ഈ മാധ്യമങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഇതിനകത്ത് എത്ര പേരെ ശിക്ഷിച്ചു എന്നുള്ളത്? ഇത് കേരളത്തിൽ സംഭവിച്ച കാര്യമാണെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് ബാംഗ്ലൂരിൽ ഈ പറഞ്ഞ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് 11 പേർ കൊല്ലപ്പെട്ടു പോയല്ലോ, June 4, 2025. ഈ June 4, 2025 ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല കേട്ടോ. ഏത്? 2022 വരെയുള്ള NCRBയുടെ 3074 പേരുടെ ലിസ്റ്റിനകത്ത് വന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതൊക്കെ പോട്ടെ, നമ്മുടെ മതപരമായ വിശ്വാസങ്ങൾക്ക് ഇതൊന്നും സംഭവിച്ചാൽ കുഴപ്പമില്ലേ? അവിടെ മരിക്കുന്ന ആളുകൾ തന്നെയല്ലേ. കുംഭമേള ഫെബ്രുവരിയിൽ 18, ഈ പറയുന്ന പോലെ ഫെബ്രുവരി 2025 കുംഭമേള സംഘടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ മരിച്ചു പോയല്ലോ. ഇതെന്താ അന്വേഷിക്കണ്ടേ? അതിന് ആരാണ് ഈ പറയുന്ന പോലെ നമ്മൾ ക്രൂശിക്കണ്ടേന്ന് പറഞ്ഞ് നമ്മൾ നടപടി എടുക്കണ്ടേ? മിണ്ടിയില്ലല്ലോ നമ്മുടെ മാധ്യമങ്ങൾ. ഇനി അതും പോട്ടെ, ഒരു പറഞ്ഞ പോലെ പ്രത്യേക ദിവസം, അതായത് ഈ പറഞ്ഞ പോലെ മൗനി അമാവാസി ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം കുംഭമേള കിടക്ക് തന്നെ ജാനുവരി 2025 പ്രത്യേക ദിവസമാണ് എന്ന് പറഞ്ഞ് ആളുകൾ തടിച്ചുകൂടിയതിൻ്റെ ഭാഗമായിട്ട് 30 പേരെ എന്ത് ചെയ്തല്ലോ, കൊല്ലപ്പെട്ടല്ലോ. അപ്പോൾ ഇതൊന്നും ബാധിക്കുന്നില്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം? TVKയുടെ ശരിയാണ്, സെപ്റ്റംബർ 27 ഈ സംഭവം ഉണ്ടായി. നിങ്ങൾ അവരെ ക്രൂശിച്ചോ, പക്ഷെ അതുകൊണ്ട് അത് മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അത് മാത്രമാണ് ഇന്ത്യയിൽ ആകെ ഒരു നടൻ ചെയ്തിട്ടുള്ള പ്രശ്നം. ശരിയാണ്, അദ്ദേഹം മനഃപൂർവ്വം ചെയ്തൊരു തെറ്റല്ല. അദ്ദേഹം ഓർഗനൈസ് ചെയ്യുന്നതിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിലൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കേണ്ടതായിരുന്നു. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള നിരവധി റാലികളിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, യഥാർത്ഥത്തിലുള്ള കാര്യം മൂടി വെച്ചുകൊണ്ട് ഇത് മാത്രം ഹൈപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ തമിഴ്നാട്ടിൽ ആളുകൾ ഭയക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ അറിയേണ്ടത് വിജയിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കിറ്റക് സാബുവിൻ്റെ കാര്യത്തിൽ ഒറ്റക്ക് നിന്ന് ഇവരോടുള്ള പോരാടാൻ ആരെങ്കിലും വന്നാൽ അവരെല്ലാം തന്നെ പക്വതയില്ലാത്ത ആളുകളായി ചിത്രീകരിക്കുകയും പക്വതയുള്ളവർ വലിയ രാഷ്ട്രീയക്കാരാവുകയും ചെയ്യും. ആ രാഷ്ട്രീയക്കാരാണ് 120-ലധികം പേരെ എന്ത് ചെയ്തത്,
കൊന്നു കളഞ്ഞത് വേറൊരു രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അത് നിങ്ങൾ മറന്നു പോരുത്. പിന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ അമ്പലങ്ങളിൽ ഇനി അടുത്തത് 2025 മെയ് 3 ഗോവയിലെ ബിച്ചോളി എന്ന് പറയുന്ന ഒരു താലൂക്കിലെ ഷിർഗാവോ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ശ്രീമതി ലൈലായി ദേവി എന്ന് പറയുന്ന അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് 7 പേർ ഇതുപോലെ മരിച്ചുപോയി. ഗവൺമെന്റ് എന്താ നടപടി എടുക്കാത്തത്? നമ്മുടെ പത്രങ്ങൾ എന്താ കരയാത്തത്? കരയേണ്ടതല്ലേ? 2015 ഈ പറയുന്ന പോലെ ഇതിനേക്കാൾ വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. അത് ലോകത്ത് തന്നെ മെക്കയിൽ. നിങ്ങൾക്കറിയാലോ 2015 ഈ പറയുന്ന സൗദി അവിടുത്തെ മിനിസ്ട്രി പറയുന്ന 700 പേരെ മരിച്ചിട്ടുള്ളൂ എന്നാണ്. ചില അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത് 2500 പേർ മരിച്ചു എന്നുള്ളതാണ്. അൽ ജസീറയും BBC ഒക്കെ പറയുന്നതും 700-ഉം 900-നും ഇടയ്ക്ക് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ. അപ്പം ഇതൊക്കെ തന്നെ വലിയ പ്രശ്നമാണ്. ജനം എന്തിനാണ് ഇത്രമാത്രം ഈ പറയുന്ന പോലെ വലിയ ക്രൗഡിലേക്ക് ഓവർ ക്രൗഡഡായി ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ കൃത്യമായി അത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഇത് നമ്മൾ മിണ്ടൂല. കാരണം ഇത് നമ്മൾ മിണ്ടിയാൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഇതെല്ലാം പോട്ടെ, തിരുവലക്കുന്നിലെ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലെ വൈകുണ്ഠധാര ക്ഷേത്രത്തിലെ തിക്കും തിരക്കിലും 6 പേര് മരിച്ചുപോയി. അതും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇനി 2021 ഹൈദരാബാദ് അല്ലു അർജുൻ്റെ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. ആ സിനിമയുടെ തിക്കിലും തിരക്കിലും വിട്ട് ഒരു സ്ത്രീ 35 വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചുപോയി. എന്നിട്ട് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതും വലിയ കോലാഹലം ഉണ്ടായതും ഒക്കെ നമുക്കറിയാം. ഇത് ഇനി അടുത്തത് 2024 ഓഗസ്റ്റ് 12 മധ്യ ബീഹാറിൽ ഈ പറയുന്ന പോലെ ഒരു അവിടെ തിക്കും തിരക്കിലും ബാബാ കുന്ന് എന്ന് പറയുന്ന കുന്നിലെ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2024 ജൂലൈ 21 ഹത്രാസിൽ ആൾദൈവമായിട്ടുള്ള ബോലെ ബാബ എന്നറിയപ്പെടുന്ന ഒരു ആസാമി, അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ നാരായണൻ സാഗർ ഹരി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനാ ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചപ്പോൾ ഞാനിപ്പോൾ ഓർക്കേണ്ടത് 121 പേരാണ് മരിച്ചു പോയത്. 121 പേർ. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് നമ്മുടെ ഗവൺമെൻറ് നടപടിയെടുത്തത്? ഇനി ഇതൊക്കെ പോട്ടെ, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹിസ്റ്റീരിയ ബാധിച്ച് ദൈവത്തിന് ആരോ അപമാനിച്ചു എന്ന് പറഞ്ഞ് ദൈവം നമ്മളെക്കാളൊക്കെ വലിയ മിടുക്കും കഴിവുള്ള ആളുകളാണല്ലോ, അല്ലെങ്കിൽ ശക്തിയുള്ള ആളല്ലേ. അങ്ങനെ വിശ്വസിക്കുന്നത് ഏതൊരു വിശ്വാസം വിശ്വസിക്കുന്നത് നമ്മളെക്കാൾ വലിയ ശക്തി ദൈവത്തിനുണ്ടെന്നാണല്ലോ. ആ ദൈവം ശിക്ഷിച്ചോളൂല്ലേ. നമ്മളെന്തിനാണ് ദൈവത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കൈയും കാലും വെട്ടിയെടുത്തവരുടെ നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിജയ് എന്ത് ചെയ്തു, വലിയ തെറ്റ് ചെയ്തു എന്നുള്ളത്. വിജയ്ക്ക് തെറ്റ് പറ്റിയെങ്കിൽ വിജയ് ശിക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. പക്ഷെ വിജയനെ അറസ്റ്റ് ചെയ്താൽ അല്ലു അർജുൻ അറസ്റ്റ് ചെയ്ത പോലെ അല്ലു അർജുൻ അന്ന് വൈകുന്നേരം തന്നെ ജാമ്യം കിട്ടി. വിജയ് വീട്ടിൽ പോകും, അല്ലു അർജുൻ വീട്ടിൽ പോകും. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ജനത്തിനെ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ആ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലുകൾ പോലും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള സങ്കടമാണ് എനിക്കുള്ളത്. ആ ചാനലുകളിലൊക്കെ ഇരുന്ന് നേരെ അങ്ങോട്ട് കുറേ പേരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ആളെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞു വിട്ടവരും 51 വെട്ടുവെട്ടിയെ ന്യായീകരിച്ചവരും അതുപോലെ 121 പേരെ മറ്റൊരു രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയവരും എല്ലാവരും കൂടി ഇരുന്ന് അവരെയൊക്കെ ന്യായീകരിച്ച് ആളുകളൊക്കെ തന്നെ ചർച്ച ചെയ്ത ഏറ്റവും ഒടുവിൽ വിജയ് എന്ന് പറയുന്നത് വലിയ തെറ്റുകാരാണെന്നും വിജയ് എന്ന് പറയുന്ന കരൂര് ഈ പറയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായത് വലിയ മിസ്റ്റേക്ക് ആണെന്നും പറഞ്ഞോട്ടെ. പക്ഷെ അപ്പോഴും എനിക്ക് നിങ്ങളോട് ഈ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന പോലെ ദക്ഷിണ കൊറിയയിലും അതുപോലെ ജർമ്മനിയിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നിരവധി രാജ്യങ്ങളിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ രാജ്യങ്ങളൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഇനി അങ്ങനെ ഈ പറയുന്ന പോലെ ഹാലോവിൻ നൈറ്റോ എന്ത് വേണമെങ്കിലും ആഘോഷിച്ചോളൂ, പക്ഷേ ഇത്തരത്തിലുള്ള പരിപാടികൾ ഈ പറയുന്ന പോലെ ലവ് പരേഡ് നടത്തിക്കോ, പക്ഷേ ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാകരുത് എന്നുള്ളതിന് ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾ ജാഥ നടത്തണമെങ്കിൽ റോട്ടിലൂടെ നടത്തും. കാരണം എന്താ? അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ജാഥ കാണാൻ ഒരുത്തിനും എന്ത് ചെയ്യൂല, വണ്ടിയെടുത്ത് പോകൂലെന്ന് ഇവർക്കറിയാം. മനസ്സിലായി? റോട്ടിൽ കൂടി നടക്കും, റോഡ് ബ്ലോക്ക് ആക്കും, അപ്പോഴേ കുറച്ച് ആളുകൾ അറിയുള്ളൂ. ജോർജ് വന്ന് ഒരു റോഡ് ബ്ലോക്ക് ആക്കിയതിനെ ചോദ്യം ചെയ്തപ്പോൾ നമ്മൾ പിറ്റേ ദിവസം പോലെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? മദ്യപിക്കുന്ന ആളാക്കി, മറ്റു പലതും ആക്കി, ഒക്കെ ആക്കാൻ ശ്രമിച്ചു. ഇനി റോഡുകളിൽ ജാഥകളും അതുപോലെ പോസ്റ്ററുകളും കണ്ണ് മറക്കുന്ന ബാനറുകളും ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ റോഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികമായ പ്രകടനങ്ങളുടെ കൂടി ഉദാത്തമായ ഈ പറയുന്ന പോലെ എന്താണ് നിലങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങളൊക്കെ ആയിട്ട് ആളുകൾ മുന്നോട്ട് വന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ പറയുന്ന വിജയുടെയൊക്കെ ആരാധകൻ തന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു 10-50 അടിയുള്ള ഫ്ലെക്സിന് മുകളിൽ കയറിയിട്ട് എന്ത് ചെയ്തു? പാലാഭിഷേകം നടത്തിയപ്പോൾ താലേക്ക് വീണ് ഈ പറയുന്ന പോലെ തലയും കുത്തി വീണ് മരിച്ചുപോയി. ഈ രാജ്യത്താണ് സംഭവിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്?
നമ്മുടെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികൾക്കും ഈ സ്ക്രീനുകളിൽ കാണുന്ന യഥാർത്ഥത്തിലുള്ള പിക്ചറുകളല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പം തന്നെ ഈ ചില രാഷ്ട്രീയ നേതാക്കന്മാർ, റീലുകളിലൂടെ രാഷ്ട്രീയ നേതാക്കളായവർ, ചർച്ചകളിലൂടെ നേതാക്കളായവർ, അവരുടെയൊക്കെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇപ്പം തെളിഞ്ഞല്ലോ. ചില ആളുകളിലെ കരച്ചിലോളി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, ഓക്കെ, ആ യൂട്യൂബറുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി ആ റീലുകൾ കണ്ട് പ്രണയം മൂത്ത് എന്ത് ചെയ്തു, 18 വയസ്സാകുന്നതിന് മുമ്പ് നേരെ എന്ത് ചെയ്തു, അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഏറ്റവും ഒടുവിൽ അവനെ വീട്ടിൽ പോലീസ് വന്നു. കാരണം എന്താ, 18 വയസ്സ് കഴിഞ്ഞില്ലെങ്കിൽ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യാം. അപ്പം അത്തരത്തിലുള്ളൊരു നാടാണ് നമ്മുടേത്. ഇനി കേരളത്തിലാണ് കുറച്ചും കൂടി ഭേദപ്പെട്ടത്. തമിഴ്നാട്ടിലേക്ക് പോയാൽ കുറച്ചും കൂടി ഇത്തരത്തിലുള്ള വീരാരാധന കൂടുതലാണ്. അവർ ശരീരത്തിലെ അവയവം പോലും വേണമെങ്കിൽ MGRന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. MGR മറ്റേ പല ആളുകളും മരിക്കുമ്പോൾ അവിടെ ആത്മാഹുതികൾ നടന്നിട്ടുള്ള ഒരു നാടാണ്. നമ്മൾ കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യക്കകത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ആൾദൈവങ്ങൾ, ബാബ റഹീം സിംഗ് എന്ന് പറയുന്ന ഒരു ഭൂലോക ഉഡായിപ്പ്, അവൻ സ്വന്തം ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു, സന്യാസി മഠമുണ്ടാക്കി, അതിൻ്റെ ഇപ്പുറത്ത് ഒരു അന്തപ്പുരം ഉണ്ടാക്കി, അതിൻ്റെ താഴെ കൂടി ഇവൻ ഗുഹ നിർമ്മിച്ചു എന്ത് ചെയ്യാൻ, അന്തപ്പുരത്തിലേക്ക് പോകാൻ. അവനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ 3 സ്റ്റേറ്റ് കത്തിയൊരു നാടാണ് സുഹൃത്തെ ഇന്ത്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നിട്ട് അവനെ ഇപ്പോൾ ഹരിയാനയുടെ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു, അവനെ ജാമ്യത്തിൽ ഇറക്കി. കാരണം എന്തായിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ, മൂലകാരണങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ ഈ പറയുന്ന പോലെ വെളിച്ചപ്പാടായിട്ട് എന്ത് ചെയ്യുന്നു, വിജയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ കൊള്ളാം. പക്ഷെ സത്യം ഇതല്ല. ആ സത്യം ഇതല്ല എന്നുള്ളത് ആർജവത്തോടുകൂടി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ എടുത്തത്. ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ബ്ലെയിം ഗെയിം നടത്താൻ താല്പര്യമുള്ളവർക്ക് നാളെ വിജയനെ കൂക്ക് വിളിക്കാം. വിജയന് പകരം വേറൊരാൾ വരുമ്പോൾ വിജയനെ തീർത്തതിന് ശേഷം മറ്റൊരാളെ എന്ത് ചെയ്യാം, തീർക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും ഇല്ല കേട്ടാ. അല്ലു അർജുൻ ആ 35 വയസ്സുള്ള സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. അല്ലു അർജുൻ ഇപ്പോഴും സ്റ്റാറായി തുടരുകയാണ്. വിജയുടെ കേസിലും ഞാൻ ഇന്നലെ പറഞ്ഞ തന്നെ സംഭവിച്ചു. ഞാൻ അഡ്വാൻസായി പറഞ്ഞിരുന്നു, ഗവൺമെൻറ് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു. വിജയ് ഉടനെ തന്നെ 20 ലക്ഷം രൂപയും പിന്നെ എന്ത് ചെയ്തു, 2 ലക്ഷം രൂപയും വീതം പ്രഖ്യാപിച്ചു. അതൊക്കെ ശരി തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാം, വിജയ് ഇന്നലെ അവിടെ നിൽക്കാതിരുന്നതും ഹോസ്പിറ്റലിൽ ചെല്ലാതിരുന്നതും ഒക്കെ അദ്ദേഹം ശരിയാണ്. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ടാവില്ല. അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്തവർ തെറ്റായി അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ അടിസ്ഥാന കാരണം, മൂലകാരണം, ദ റൂട്ട് കോസ് ഇസ് നോട്ട് വിജയ്. വിജയ് മാത്രമല്ല കാരണം. 120ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുള്ള, മരണപ്പെട്ടിട്ടുള്ള ചില ആൾദൈവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുംഭമേളകൾ ഉണ്ടായിട്ടുണ്ട്. മക്കയിലും മദീനയിലുമുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠം പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് വാസ്തവം.